നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ മനുഷ്യനാണ് ജോർജ് ഹാക്കിൻസ്റ്റൺ. ഒരു ഇന്റർനാഷണൽ റെസ്ലിംഗ് ലെജൻഡ് മാത്രമായിരുന്നില്ല, ഇദ്ദേഹമാണ് ദ ഫാദർ ഓഫ് ബെഞ്ച് പ്രസ്. ജിമ്മിലെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ കോമ്പൗണ്ട് ലിഫ്റ്റിൽ ഒന്ന് ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ നിങ്ങൾ ഇപ്പോഴത് തെറ്റിച്ചാ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് മസിൽസിനെക്കാട്ടി മുമ്പേ ഇഞ്ചറി വരും. അതുകൊണ്ട് അടുത്ത 60 സെക്കൻഡിൽ ഐ വിൽ ടീച്ച് യു ഹൗ ടു ബെഞ്ച് ലൈക്ക് എ പ്രോ. ആദ്യം ഒരു വൈഡ് സ്റ്റാൻസ് ഇരിക്കുക, എന്നിട്ട് ബെഞ്ചിൽ കിടക്കുക. അതിനുശേഷം നിങ്ങളുടെ ഐ ലെവലിൽ ബാറിന് സ്ട്രെയിറ്റ് കൊണ്ടുവരിക. എന്ന് വെച്ചാൽ നിങ്ങൾ മുകളിൽ നോക്കുമ്പോൾ ഈ ഒരു ലെവലിൽ കാണും. ഇനി ഗ്രിപ്പ് ഷോൾഡറിനെക്കാട്ടി എത്ര വൈഡും അല്ല ക്ലോസും അല്ല, ഷോൾഡറിനെക്കാട്ടി ചെറിയൊരു വൈഡ്. പിന്നെ നിങ്ങളുടെ റിസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി സ്പൈൻ സപ്പോർട്ടിന് ബാക്കിൽ ചെറിയൊരു ആർച്ച് ഇടുക. നിങ്ങളുടെ ഫീറ്റ് വെച്ച് ഗ്രൗണ്ടിൽ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഗ്ലൂട്ട് ഫീൽ ആവും. ഇപ്പം നിങ്ങൾക്ക് വന്ന ബോഡി ടെൻഷൻ നമുക്ക് ബെഞ്ച് ചെയ്യുമ്പം വേണം. ഇനി നിങ്ങളുടെ ഷോൾഡർ ബ്ലേഡ്സ് ബാക്കിൽ കൊണ്ടുവന്ന് ലോക്ക് ചെയ്തിട്ട് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നിങ്ങളുടെ ചെസ്റ്റിലോട്ടല്ല, വയറിലോട്ട്. ആ ബ്രീത്ത് ഹോൾഡ് ചെയ്യുക, കൂറ് ടൈറ്റ് ചെയ്യുക, എന്നിട്ട് ബാർ അണ്ടറാക്ക് ചെയ്യുക. ഇനി ആ ബ്രീത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചെസ്റ്റിനടുത്തോട്ട് ബാർ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. എവിടം വരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മിഡ് ചെസ്റ്റിൽ ബാർ ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി. ഇനി നിങ്ങൾ പ്രസ് ചെയ്യുമ്പം കൺട്രോൾ ചെയ്ത് പ്രസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ പതുക്കെ ബ്രീത്ത് വിട്ടുകൊടുക്കുക. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റെപ്പ് അടിച്ച് ഇനി അടുത്ത റെപ്പ് തൊട്ട് നമുക്ക് ബാർ ഇറക്കുമ്പം ശ്വാസം എടുക്കാം. പിന്നെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ശ്വാസം സ്ലോ ആയിട്ട് റിലീസ് ചെയ്യാം. ഒരു നോർമൽ സെറ്റൊക്കെ അടിക്കാൻ ഈ ബ്രീത്തിങ് മെത്തേഡ് പെർഫെക്റ്റ് ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം, നമ്മുടെ എൽബോ ഒരുപാട് വെളിയിലും പിന്നെ ഒരുപാട് അടുപ്പിച്ചും വെക്കരുത്. ഒരു 45 ഡിഗ്രിയിലൊക്കെ വെക്കുന്നതാണ് നല്ലത്. കുറച്ച് കോമൺ മിസ്റ്റേക്കാണ് ചെസ്റ്റിൽ ബാർ ഇട്ട് ബൗൺസ് ചെയ്യുക, ഗ്ലൂട്ട് ഒരുപാട് നോക്കുക, റിസ്റ്റ് വളച്ച് വെക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.